ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. പൊല്യൂഷൻ പാസ്സാവാത്തതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ അതും പ്രകാരം നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. എയർ ഫിൽറ്ററൊന്നും വലിയ പഴക്കമില്ല. പിന്നെ പ്ലഗിൻ്റെ ഭാഗം നമ്മൾ അഴിക്കാൻ നോക്കുമ്പോൾ പ്ലഗ് ഫുൾ ടൈറ്റ്, നല്ല ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബലം പിടിച്ചാൽ ചിലപ്പോൾ ഒടിഞ്ഞ് പൊട്ടി പോരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അത് ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. അത് അങ്ങനെ തന്നെ നിലനിർത്താം കേട്ടോ. തൽക്കാലം നമ്മൾ ട്യൂണിങ്ങിൽ ചെറിയൊരു വേരിയേഷൻസ് വരുത്തിയിട്ട് പൊല്യൂഷൻ പാസ്സാക്കി എടുക്കാനുള്ള രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കി ഇടാം. പിന്നീട് എപ്പോഴെങ്കിലും ജനറലായിട്ടുണ്ട് സർവീസിന് കയറ്റേണ്ട സമയത്ത് നമുക്കത് അഴിച്ചു നോക്കാം. അതിനുശേഷം അപ്പോൾ പൊട്ടാണെങ്കിൽ പോലും നമുക്കത് അഴിച്ച് വെൽഡ് ചെയ്തൊക്കെ അഴിച്ചെടുക്കാനായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള താമസം വരും. തന്നെ അല്ല, ഹെഡൊക്കെ അഴിക്കേണ്ടി വന്നാൽ നമുക്ക് എമൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന എമൗണ്ടിന് മുകളിൽ വരികയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് മാക്സിമം ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം. വേറെ ഒന്നും എയർ ഫിൽറ്ററൊക്കെ നോക്കി എയർ ഫിൽറ്റർ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ ട്യൂൺ ചെയ്താൽ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ധാരണ. ആ രീതിയിൽ പാസ്സാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് കൃത്യമായിട്ട് ജനറലായിട്ടുള്ള ഡീറ്റെയിൽഡ് സർവീസ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും കയറ്റിയിട്ട് ചെയ്യാം. അത് മുൻകൂട്ടി ബുക്ക് ചെയ്തിടാം. കാരണം നമുക്ക് ഏകദേശം നല്ല രീതിയിലൊന്ന് സർവീസായിട്ട് ചെയ്തു വരുമ്പോൾ എന്തായാലും നമുക്കൊരു 2-2.5 മണിക്കൂർ എന്തെങ്കിലും പിടിക്കും വേണ്ടി. നമ്മൾ എത്ര തിരക്ക് പിടിച്ച് ചെയ്യാണ്ടിരിക്കണോ ക്ലിയറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തൽക്കാലം ഇപ്പം പൊല്യൂഷൻ്റെ ഭാഗം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ ട്രൈ ചെയ്യാം. അതിന് ശേഷം ഇതേപോലെ ബുക്ക് ചെയ്ത് സർവീസായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ അതാണ് ബെറ്റർ കേട്ടോ.